നോമ്പെടുക്കുമ്പോൾ മൈഗ്രെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മതവിശ്വാസത്തിലും, അതായത് ക്രിസ്ത്യൻ, ഹിന്ദു അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെല്ലാം തന്നെ പല തരത്തിലും പല വിധത്തിലുമായിട്ടുള്ള നോമ്പ് നോൽക്കലെല്ലാം നടക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും മുസ്ലിം മതവിശ്വാസത്തില് ചെറിയ നോമ്പാണെങ്കിലും വലിയ നോമ്പാണെങ്കിലും ഇടയ്ക്കുള്ള നോമ്പുകളൊക്കെ ആണെങ്കിലും നമ്മൾ അതിൽ ആഹാരത്തിലും മരുന്നുകളിലുമെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോമ്പ് നോക്കുന്ന സമയത്ത് സാധാരണയായിട്ടും കുറെ സമയം പട്ടിണി ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് കുറെ സമയം വാരി വലിച്ച് കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് ചില ആളുകളെങ്കിലും പാലിച്ചു പോരുന്നത്. പക്ഷെ അത്തരത്തിലാവാതെ നമ്മുടെ ആഹാരത്തിലും നമ്മുടെ ജീവിത രീതികളിലും എല്ലാം ഒരു ക്രമീകരണം, അതായത് ഒരു റൂട്ടീൻ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിലൊരു മോഡറേഷൻ വരുത്തിക്കൊണ്ട് തന്നെ മാറ്റിക്കൊണ്ടു പോകുന്നതാണ് എപ്പോഴും നോമ്പിന്റെ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നത്. നോമ്പെടുക്കുന്ന സമയത്ത് ആഹാര രീതികളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്താഴത്തിന് പ്രത്യേകിച്ചും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാരി വലിച്ചു കഴിക്കുകയോ എണ്ണമയവും അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളോ അതല്ലെങ്കിൽ തലേദിവസത്തെ ബാക്കിയുള്ള ബിരിയാണിയോ ഇത്തരത്തിൽ വളരെ ഹെവി ആയിട്ടും ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും രാവിലെ വെളുപ്പിന് സമയത്ത് അത്താഴത്തിന്റെ സമയത്തായിട്ട് കഴിക്കാതിരിക്കുക. ആ സമയത്ത് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുക. ചില സമയത്ത് എഴുന്നേൽക്കാൻ വൈകുകയും അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും നിസ്കാരത്തിന്റെയും സമയമാകുമ്പോഴെല്ലാം പെട്ടെന്ന് ധൃതി പിടിച്ച് നന്നായിട്ട് ചവയ്ക്കാതെ നന്നായിട്ട് അതിന്റെ രുചി അറിയാതെ തന്നെ ഭക്ഷണം കഴിച്ച് അതല്ലെങ്കിൽ എളുപ്പത്തിൽ എല്ലാം കുത്തിക്കയറ്റുന്നതായിട്ടുള്ള ഒരു അനുഭവം ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ദിവസം മുഴുവൻ ദഹനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നമുക്ക് തുടർന്ന് ഗ്യാസിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വയറിൽ കമ്പനവും വയറ് സ്തംഭിക്കുകയും എല്ലാം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ ഇറച്ചിയും മറ്റും കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറിച്ചാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിതമായിട്ടുള്ള ക്വാണ്ടിറ്റി കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം മുഴുവൻ അതല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് മുതൽ ഏകദേശം വൈകുന്നേരം 7 മണി വരെ നമ്മൾ ഒന്നും കഴിക്കാതെ ഉമിനീര് പോലും ഇറക്കാതെ പ്രാർത്ഥനയിലും മറ്റും മുഴുകിയിരിക്കുന്ന ആളുകളിൽ ഇന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള ചിന്ത കയറി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇന്നത്തെ ഈ 3 നേരത്തെ ഭക്ഷണവും ഇന്നിപ്പോൾ ഈ നേരം തന്നെ കഴിക്കണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമ്മുടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്നത്. അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനും ആഹാരത്തിന് മുന്നേ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നതിനും അതല്ലെങ്കിൽ ലഘുവായിട്ടുള്ള മധുരം കുറഞ്ഞതായിട്ടുള്ള ജ്യൂസുകൾ കുടിക്കുന്നതിനുമെല്ലാം പഴച്ചാറുകളോ ജ്യൂസുകളോ എല്ലാം കുടിക്കുന്നതിനുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ക്വാളിറ്റി വൈസ് ആയിട്ടുള്ള ഫുഡുകളും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്കറികളും പച്ചക്കറികളും വേവിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങളും പഴങ്ങളും ധാരാളം ഉൾപ്പെടുന്നത് നോമ്പ് തുറ ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനും ഏറ്റവും നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം വളരെ ലൈറ്റ് ഫീലിംഗ് കിട്ടുന്നതിനും നമ്മളെ ഇതെല്ലാം സഹായിക്കും. ഭക്ഷണത്തോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടിക്കുന്ന പാനീയങ്ങളെ പറ്റി. വളരെയധികം ക്ഷീണവും അതല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെട്ടും എല്ലാം ഇരിക്കുന്നതായിട്ടുള്ള നോമ്പുതുറ സമയത്ത് ഹൈ ഷുഗർ പോലത്തെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതല്ലെങ്കിൽ ബോട്ടിൽഡ് ആയിട്ടുള്ള സോഡ പോലത്തെ പാനീയങ്ങളും പെപ്സി കോക്ക് പോലത്തെ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും എല്ലാം കഴിവതും ഒഴിവാക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. വളരെ ലഘുവായിട്ടും എളുപ്പത്തിലും വീട്ടിലുണ്ടാക്കാവുന്ന നാരങ്ങാവെള്ളം പോലത്തെ ഓറഞ്ച് ജ്യൂസുകൾ പോലത്തെ അല്ലെങ്കിൽ പഴച്ചാറുകൾ പോലത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നോമ്പുതുറ സമയത്ത് ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തേണ്ടത്. ഈ പാനീയങ്ങൾ കുടിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിവതും പഞ്ചസാരയുടെ ഉപയോഗം ഏറ്റവും കുറച്ച് മിനിമം അല്ലെങ്കിൽ 0 ആയിട്ട് തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ സ്പൈക്ക് അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് കൂടുന്നതിനും അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് അതായത് ഏകദേശം 2-3 മണിക്കൂർ ശേഷം വളരെയധികം ക്ഷീണം തോന്നുന്നതുമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പാനീയങ്ങൾ കുടിക്കുമ്പോൾ പഴച്ചാറുകളോ ജ്യൂസുകളോ ഉപയോഗിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചായ കാപ്പി പോലത്തെ സ്റ്റിമുലൻസും ഒഴിവാക്കുന്നത് നല്ലതാണ്. ചായ കാപ്പി പോലത്തെ ഒരു സ്റ്റിമുലൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എനർജി ബൂസ്റ്റ് ഉണ്ടാവുകയും അതിനുശേഷം നമുക്ക് സെക്കൻഡറി ആയിട്ട് ഒരു ഡൾനെസ്സും അല്ലെങ്കിൽ ഒരു വയ്യായികയും ക്ഷീണവും എല്ലാം തോന്നുന്നതും പതിവാണ്. ഇത് മാത്രമല്ല ഡീഹൈഡ്രേഷൻ നടക്കുന്നതിനും ഈ തരത്തിലുള്ള ചായ കാപ്പി പോലത്തെ സ്റ്റിമുലൻസും ഇടയാക്കുമെന്ന് മനസ്സിലാക്കുക. ചായ കാപ്പി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം ധാരാളമായിട്ട് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കി ചായ കാപ്പിയുള്ള പോലെയുള്ള പാനീയങ്ങൾ കഴിവതും നോമ്പുതുറ സമയത്തും ഒരുപക്ഷെ നോമ്പിന്റെ സമയത്ത് തന്നെ ഒഴിവാക്കി നിർത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ജലം നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന് നമ്മളെ സഹായിക്കും. മൈഗ്രെയിൻ അനുഭവിക്കുന്ന ചില ആളുകളിൽ ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ഫുഡ് ട്രിഗേഴ്സ് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. ഒരുപക്ഷെ ചില ആളുകളിൽ മയണീസ് പോലത്തെ കാര്യങ്ങളാവാം, ഒരുപക്ഷെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുമാവാം, കാപ്പി പോലത്തെ ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴാവാം, തണുത്ത പാനീയങ്ങളോ കോള പോലത്തെ ഡ്രിങ്ക്സോ കുടിക്കുമ്പോഴെല്ലാം മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതിനും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തലവേദനകൾ റിക്കറന്റ് ആയിട്ട് വരുന്നതിനുമെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഫുഡ് ട്രിഗേഴ്സ് ഉള്ളവർ ആ ഭക്ഷണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നോമ്പുതുറ സമയത്ത് ഒഴിവാക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. നോമ്പ് കാലത്ത് നോമ്പ് പിടിക്കുന്നതും അതുപോലെ തന്നെ നോമ്പ് വിടുന്നതും അല്ലെങ്കിൽ നോമ്പ് മുറിക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രക്രിയയും പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മരുന്നുകളുടെ അവസ്ഥയും. മരുന്നുകൾ കൃത്യമായിട്ട് പല രോഗികളും കഴിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നോമ്പിന് മുന്നേ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അതല്ലെങ്കിൽ യാതൊരു രക്തപരിശോധനകളുടെയും അടിസ്ഥാനമില്ലാതെ തന്നെ തോന്നിയതുപോലെ നമ്മൾ നിർത്തുകയും അല്ലെങ്കിൽ അതിന്റെ ഡോസേജുകൾ മാറ്റം വരുത്തുകയും ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ആളുകളിലെ ഒരു പതിവായിട്ട് കാണാറുണ്ട്.
പ്രത്യേകിച്ചും ഷുഗറിന്റെ മരുന്നുകളും BP-യുടെ മരുന്നുകളും എല്ലാം ഇത്തരത്തിൽ ക്രമം തെറ്റി കഴിക്കുകയും, അതായത് ഇപ്പോൾ ഞാൻ ഭക്ഷണങ്ങളൊക്കെ വളരെ കുറവാണല്ലോ, നോമ്പ് സമയമല്ലേ, അതുകൊണ്ട് ഷുഗറിന്റെ മരുന്ന് കുറയ്ക്കണമല്ലോ, അതല്ലെങ്കിൽ നോമ്പ് സമയമായതുകൊണ്ട് ആഹാരം ക്രമീകരിച്ചിരിക്കുന്നുണ്ട്, BP-യുടെയും കൊളസ്ട്രോളിന്റെയും മരുന്ന് കഴിക്കേണ്ടതില്ല, കൊളസ്ട്രോൾ കൂടാനായിട്ട് സാധ്യതയില്ല കാരണം ഞാൻ നോമ്പിലാണല്ലോ, അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിന്റെ മരുന്നുകളും ഹാർട്ടിന്റെ മരുന്നുകളും ഒഴിവാക്കുക. ഇത്തരത്തിൽ മരുന്നിന്റെ കാര്യത്തിൽ വളരെയധികം തെറ്റായിട്ടുള്ള ധാരണകൾ നമ്മുടെ നാട്ടിൽ പരക്കെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ഏതൊക്കെ മരുന്നുകളാണോ നമ്മൾ കഴിക്കുന്നത് ആ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു മരുന്നിന്റെയും ഡോസുകൾ മാറ്റാനായിട്ട് നിൽക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വയം ചികിത്സയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ അപകടത്തിലേക്ക് നയിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ഡോക്ടറെ, ഈ അവസ്ഥയിൽ ഗ്ലൂക്കോസിന്റെ മരുന്ന് അതല്ലെങ്കിൽ ഷുഗറിന്റെ മരുന്ന് നമ്മൾ എത്ര കണ്ട് മാറ്റണമെന്നോ, BP-യുടെ മരുന്ന് ഇതേപോലെ തന്നെ തുടർന്ന് കഴിക്കാമോ എന്നോ, ഇതെല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസുകൾ മാറ്റി ക്രമീകരിക്കാവുന്നതാണ്. മൈഗ്രെയിൻ രോഗികളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും സാധാരണയായിട്ട് കാണാറുണ്ട്. പല ആളുകൾക്കും നോമ്പ് സമയത്ത് മൈഗ്രെയിൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലെല്ലാം നോമ്പ് മുറിക്കേണ്ടി വരികയും അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കേണ്ടി വരികയെല്ലാം ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ചികിത്സ എടുക്കുന്ന ആളുകളിൽ നോമ്പിന് മുന്നേ എല്ലാം, 1 മാസമോ 2 മാസം മുന്നേ എല്ലാം ഞങ്ങളുടെ ചികിത്സ എടുത്ത ആളുകളെല്ലാം കഴിഞ്ഞ കൊല്ലങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് മാസത്തിൽ വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ എടുക്കുന്ന നോമ്പ് കാലത്തിൽ പോലും നമുക്ക് കൃത്യമായിട്ട് നോമ്പുകൾ എടുക്കുന്നതിനും വേദന വരാതിരിക്കുന്നതിനും എല്ലാമുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നോമ്പ് കാലത്ത് മൈഗ്രെയിനു വേണ്ടി എന്റെ മരുന്നുകൾ കഴിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണോ മരുന്നുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ നിർദ്ദേശപ്രകാരം തന്നെ 3 നേരമാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ 3 നേരം, അതായത് അത്താഴത്തിന് മുന്നേയും നോമ്പ് വിട്ടതിന് ശേഷവും അതേപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ 3 നേരമായിട്ട് കൃത്യമായിട്ട് കഴിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാവുകയും തലവേദന മൂലമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നോമ്പ് മുറിച്ച് ആ വേദനയ്ക്കുള്ള മരുന്നുകൾ കഴിക്കാവുന്നതുമാണ്. കൃത്യമായിട്ട് 3 നേരം മരുന്ന് കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോമ്പ് തുടങ്ങി എന്നുള്ള കാരണം കൊണ്ട് മാത്രം മരുന്നുകൾ 2 നേരമാക്കുമ്പോൾ ഡോസിന്റെ ക്രമീകരണം തെറ്റാനുള്ള സാധ്യതയും, ഇത്രയും കാലം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വന്നിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ മരുന്ന് വെച്ച് പരിപാലിച്ചു പോന്നിരുന്ന മൈഗ്രെയിൻ ഒരു കൺട്രോൾ ഇല്ലാതെ വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതും കണ്ടുവരാറുണ്ട്. നമ്മുടെ അടുത്ത് ചികിത്സ എടുക്കുന്ന മൈഗ്രെയിൻ രോഗികളിൽ പല ആളുകൾക്കും കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം നോമ്പെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചിട്ടയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മൈഗ്രെയിൻ കാരണം പല ദിവസങ്ങളിലും നോമ്പ് മുടക്കേണ്ടി വന്നുവെന്നും ഒരു ദിവസം പോലും തലവേദന ഇല്ലാതെ നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുമെല്ലാം പറഞ്ഞ ആളുകളിൽ നമ്മുടെ ചികിത്സ എടുത്ത് മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഈ വർഷത്തെ നോമ്പ് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ നോമ്പുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചുവെന്നും ഒരു തവണ പോലും പെയിൻ കില്ലറുകളെ ആശ്രയിക്കുകയോ ഒരു തവണ പോലും നോമ്പ് മുറിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയോ ചെയ്തില്ല എന്നുള്ള കേൾക്കുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ അനുഭവം എല്ലാം മറ്റു രോഗികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈഗ്രെയിൻ എന്നത് ഒരിക്കലും ഒരു മാറാ രോഗമല്ല. പലരും ക്യാൻസറിനൊപ്പവും അതല്ലെങ്കിൽ മറ്റു പല മാറാ രോഗങ്ങൾക്കൊപ്പവുമാണ് മൈഗ്രെയിൻ എന്ന തലവേദനയെ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഭൂരിഭാഗം ആളുകളിലും മൈഗ്രെയിൻ ക്യൂറബിൾ ആണ്, അതല്ലെങ്കിൽ മൈഗ്രെയിൻ മാറാവുന്ന, ചികിത്സിച്ചാൽ കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കുന്ന, നമുക്ക് വരുതിയിൽ വരുത്താൻ പറ്റുന്ന ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ചികിത്സിക്കാനായിട്ടുള്ള ശ്രദ്ധ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതുകൊണ്ടും ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യാത്തതുകൊണ്ടുമായിരിക്കാം ഈ നോമ്പുകാലവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നിട്ടുണ്ടാവുക. ഈ നോമ്പുകാലത്ത് തലവേദനയുമായിട്ട് ബുദ്ധിമുട്ടിയ ആളുകൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനും കൃത്യമായിട്ട് ചികിത്സ എടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നോമ്പ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പരിപാലിക്കാനായിട്ടും ഏറ്റവും നന്നായിട്ട് നോമ്പും പ്രാർത്ഥനയും എല്ലാം മുന്നോട്ട് പോകാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.